അപ്പോൾ നമ്മൾ അൾട്രയിലെത്തി. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് റൂമിലാണുള്ളത്. നമുക്കിവിടെ നല്ല സൗകര്യമുണ്ട്, കിടന്നുറങ്ങാനും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഇവിടെ നിന്ന് കിടക്കാൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ കുറേ ആൾക്കാരുണ്ട് കിടക്കാനൊക്കെ. ഇപ്പോൾ കിടന്ന് നല്ല സുഖത്തിലും കിടന്നു. അപ്പോൾ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൾട്ര കമ്പനിയുടെ ഉള്ളിലേക്ക് പോകാൻ നോക്കുകയാണ്. ബാക്കി ഉള്ള വിശേഷങ്ങൾ കാണാം. தயவு செய்து காத்திருக்கவும். இடை பதிவு செய்யப்படுகிறது. ஓட்டுநர் தயவு செய்து வாகனத்தை விட்டு இறங்காதீர்கள். ഇതുണ്ടോ, ഇത് ഈ ട്രാക്കിൽ വെച്ചിട്ട് ലോഡ് ചെയ്യുക. കണ്ടോ, അത് കൺവെയർ ബെൽറ്റിൽ കൂടെ വണ്ടിയിലേക്ക് സാധനം വീഴും. മുകളിൽ നിന്ന് കൺവെയറിലേക്ക് വന്നിട്ട് വീഴും. അതുണ്ടോ, ചാക്കയിൽ വീഴുന്നതനുസരിച്ച് അവിടെ കൗണ്ട് കിട്ടുകൊണ്ടിരിക്കും. കണ്ടോ, ആ നമ്പർ നമുക്ക് കിട്ടുകൊണ്ടിരിക്കും. എണ്ണണം എന്നൊന്നുമില്ല. 720 ചാക്ക് കയറണം നമുക്ക്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ വണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അങ്ങനെ കുലുങ്ങുന്നത്. അങ്ങനെ ലോഡ് കയറ്റി പുറത്തേക്ക് ഇറങ്ങണേ. പമ്പിന് വേബ്രിഡ്ജിൽ തൂക്കണം. നമ്മൾ നേരത്തെ കാലി വന്നപ്പോൾ വേബ്രിഡ്ജിൽ തൂക്കി, അതുപോലെ നമ്മൾ ലോഡ് വണ്ടിയിലും വേബ്രിഡ്ജിൽ തൂക്കണം. പായ കെട്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ കമ്പനിയിൽ ലോണൊക്കെ എടുത്ത് പോന്നു. നമ്മൾ പാർസലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോവാം. കുഴപ്പമില്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തും പൊക്കോളൂ. കേരളത്തിൽ മാത്രമല്ലടാ, തമിഴ്നാട്ടിലും ഉണ്ടടാ മഴ. ഗുഡ് മോർണിംഗ് കേരളം. നമ്മൾ കേരളത്തിലെത്തി.
സമയം 6:30 കഴിഞ്ഞു. നമ്മൾ അവിടെ വരെ വിട്ടതാണ്. നമുക്ക് പകല് കേരളത്തിൽ ഓടിക്കാൻ വലിയ പാടാണ്. മാക്സിമം കേരളത്തിൽ നമ്മുടെ ആ സ്പോട്ടിൽ എത്തിയാൽ സമാധാനമാവും. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, തമിഴ്നാട്ടിൽ നല്ല മഴയാണ്. റോഡ് കണ്ടോ അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറ്റിയാടിയാണ് കേട്ടോ. ഒരു 513 കിലോമീറ്റർ ഉണ്ട്. നമ്മളിന്നലെ ട്രിച്ചിന്നല്ല, ട്രിച്ചിന്ന് 62 കിലോമീറ്റർ പിന്നെയും പോകണം. അപ്പോൾ നമ്മൾ 4ാമത്തെ വണ്ടിയാണ്, ലാസ്റ്റ് എടുക്കുന്ന വണ്ടി നമ്മുടെയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഈ വണ്ടി മാത്രമേ ഇറങ്ങാൻ സാധ്യതയുള്ളൂ, കാരണം നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെയാവും എന്നറിയില്ല. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ചിലപ്പോൾ നമ്മൾ ആട്ടാൻ സാധ്യതയുണ്ട്. ഈ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ വണ്ടി ഇറങ്ങാൻ. ഞായറാഴ്ച ആയതിനാൽ ഇന്നിവിടെ ലോഡ് ഇറക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഹോട്ടൽ ഉണ്ടായിരുന്നില്ല, അവിടെ അടച്ചേക്കുക. അപ്പോൾ നമുക്കൊന്ന് ടൗണിൽ പോയിട്ട് വരാം. ടൗണിൽ പോയിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. പാർസലൊക്കെ മേടിച്ചിട്ട് വരേണ്ടി വരും. നമ്മൾ നാളെ ഇറക്കുമോയെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. മുബഷിറിനെ വീണ്ടും നമ്മൾ കണ്ട്, വീണ്ടും തിരിച്ചെത്തി. ഇന്ന് മിക്കവാറും ഞാൻ ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ 5ാം ദിവസം നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങി. പോവുകയാണ്, കഴിഞ്ഞു. ബഷീർ ചായ പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ടൗണിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.